മാന്യ സദസ്സിന് വന്ദനം. പ്രിയപ്പെട്ട എൻ്റെ എല്ലാമായ 79 സബ്സ്ക്രൈബേഴ്സ്, പിന്നെ നമ്മുടെ കൂടെ ഈ അതിസുലഭമായ നിമിഷങ്ങൾ ചെലവഴിക്കാൻ വന്ന പ്രിയപ്പെട്ട നമ്മുടെ ഇർഫാത്ത്, സ്വാഗതം. ഏർപ്പെട്ട ഇർഫാത്ത് ഹായ് പറ. അങ്ങനെ തിരിക്കല്ലേ തിരിച്ചു പോയി പോർട്രേറ്റ് എടുക്കരുത്. പിന്നെ സനയിന്റെ, അലൈന്റെ, അബുദാബിന്റെ, UAE എല്ലാമായ നമ്മുടെ നാട്ടിലെ കാസർഗോഡ് ജില്ലയിലും നിന്ന് വന്ന് ഞാൻ പ്രിയപ്പെട്ട ഇച്ഛ ഫ്രീ ഫുൾ നെയിം പറയും. കഫേ ഫ്രീ. ഫാഷനിൽ ഇവൻ കിങ് ആണെങ്കിൽ ഇവന്റെ സ്റ്റൈലിൽ വരുന്ന ഫിഗേഴ്സ് ഒന്നുമില്ല. ബാക്കിൽ കണ്ടില്ലേ എന്താ കച്ച് കണ്ടില്ല മോനെ, സ്റ്റൈൽ കണ്ടില്ല എന്റെ മോനെ. ആ സ്റ്റൈലിൽ വരാത്ത മനസ്സുണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്റെ മോനെ? അപ്പൊ അങ്ങനെ അതൊക്കെ വിടും, ഇത് അങ്ങോട്ട് വാ. അപ്പോ പ്രിയപ്പെട്ട എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് ഞാൻ നന്ദി പറയുന്നു. 79 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും, ഇനിയിപ്പോൾ അത് 790 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും, 79,000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും, 79 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും എന്നൊക്കെ ഒരുപോലെയാണ്. सो थैंक यू गाइस. पहले कुछ नहीं है, ग्रीन सब है क्योंकि पहले मालूम है स्मॉल प्राइस था टैक्सी का, ये सब महंगा है नहीं. ये ओमान बॉर्डर ओपन था, हम लोग सीधा ओमान अंदर गए. ओके, अभी नहीं है. अगर चाय माई पी कुछ नहीं चाहिए. सब्सक्राइब में इसमें हाय बोलो. ओके 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 भैया, थैंक यू. बाय ओके, लव यू. चाय नहीं चाहिए. इंशाल्लाह. എന്റെ മോനെ, ഇല്ല മേടിച്ചോ, ബില്ല് മേടിച്ചോ. എന്റെ മോനെ, ചായ വേണോ, ചായ കുടിക്കാൻ വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചെങ്ങായി. അച്ഛാ ബന്ധ, നല്ലൊരു മനുഷ്യൻ. രസമാണ് ഈ ഏരിയ കാണാൻ, ഭയങ്കര രസമാണ്. ബിൽഡിങ് രസമാണ്. അതേപോലെ ഞാൻ ബിൽഡിങ് കാണിച്ചിട്ടോ, അതായത് റഷുള്ള ഏരിയ ഒന്നുമല്ല, പക്ഷെ ആ ചെങ്ങായി പറയണ മുന്നായിരുന്നു ഇതിനേക്കാളും രസം എന്നാണ് വാഹിദ് ഭായി പറയണത്. വണ്ടിയത്തെ ആള് ഉണ്ടോ, ബിൽഡിംഗ് ഒക്കെ ഉണ്ടോ, ഒറ്റ നിരയുള്ള ബിൽഡിങ്, അടിയിൽ മേള താമസം, അടിയിൽ ഷോപ്പുകൾ, പിന്നെ അതേപോലെ ബാങ്ക്, പിന്നെ അങ്ങനെ ഓരോന്ന് അടിഭാഗത്ത് പെട്ടെന്ന് ആൾക്കാർ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ മേളിലിപ്പോൾ അധികം ആക്ച്വലി എനിക്ക് തോന്നുന്നുണ്ട്, എനിക്ക് ഇതിൻ്റെ ADCമിൻ്റെ ഒക്കെ തോന്നുന്നുണ്ട്, എനിക്കിതിൻ്റെ ഓപ്പറേഷൻസും ബാങ്കിങ്ങും സെറ്റപ്പും കാര്യങ്ങളൊക്കെ മേലെ ഉണ്ടാവും തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അതുണ്ടോ, ആ ഒരു ഇതുണ്ടോ, ഇത് ഒരു പള്ളിയാണ് ആക്ച്വലി. അതിൻ്റെ ബാക്കിൽ ആ സൈഡിലാണ് അലൈൻ ഒയാസിസ് വരുന്നത്, ഇവിടെയാണ് അലൈൻ മ്യൂസിയം വരുന്നത്. ഓക്കെ, ഭയങ്കര രസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി എന്തോ ലൈറ്റ് ഷോ ഉണ്ട്. ആ ലൈറ്റ് ഷോ രസമാണ്. ഞാൻ പോയിട്ടുണ്ട്, ഒരിടം പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് അത്ര സുഖം കിട്ടിയില്ല. 2 തരം ലൈഫാണ്, ഡേ ലൈഫും ഉണ്ട്, നൈറ്റ് ലൈഫും ഉണ്ട്. അപ്പോൾ 2 എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഏതാണോ ഇഷ്ടം അതിൽ കൂടുതൽ നമുക്ക് എങ്ങനെയാണോ ഇഷ്ടമുള്ള താല്പര്യമുള്ളത് അതുപോലെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ്. ഫ്രീ കുറച്ച് മാസം ഫ്രീ എന്താണ് ഫ്രീ, കുറച്ച് മാസം ഫ്രീ. ഫ്രീ കുറച്ച് മാസം ഇടാ ഫ്രീ. എന്ത് രസം നോക്കിയ നീല ഫ്രെയിം. എന്ത് രസടാ, എന്ത് ഭയങ്കര രസടാ. ചിൽ, ഒരു മനുഷ്യല്ല, ഭയങ്കര തിരക്കില്ലേ. കാം ആൻഡ് ക്വൈറ്റ് സിറ്റി ഓഫ് കാംനെസ്. അതെന്താ അറിയോ, ഇലക്ട്രോ മാഗ്നറ്റിക്കിന്റെ ഫീൽഡ് എന്തോ കൂടുതലാണ്. നമ്മളെ റൂമിലെ ഇങ്ങനെ പോകുമ്പോ തട്ടി ഡോക്ടറെ കാണിക്കായിരുന്നില്ലേ? എന്താ പറയാ ഡോക്ടറോട്? എനിക്ക് ഇലക്ട്രോ മാഗ്നറ്റിക്കിന്റെ പവർ കൂടുതലാണ് പറയാ. ഞാൻ മറ്റേ തോറങ്ങാനായിരിക്കുമല്ലേ ഇത്? തോറല്ല, ആദ്യം പൊന്തിക്കോ, എന്നിട്ട് ഫ്ലാഷ് എങ്ങാനായിരിക്കും ചിലപ്പോ. ഫ്ലാഷിന് തീയല്ലേ വരുന്നേ, ഇത് കറണ്ട് വരും. ഫ്ലാഷിന് തീയലല്ലോ, ഫ്ലാഷ് തീയല്ല, ഫ്ലാഷ് പവറാണ്, സ്പീഡാണ്. ഫ്ലാഷ് തീ വരുന്നതാരാ?
മാർവലല്ലോ, ക്യാപ്റ്റൻ മാർവൽ തീ വരും. ഏതില്? ഫാന്റാസ്റ്റിക് ഫോറിലെ തീ വരുന്ന ആളില്ല. നീ എടാ നീ ഉദ്ദേശിച്ച എന്ത് തീയാ? റെഡ് കളർ തീയാണോ? മഞ്ഞ നമ്മള് പറകത്തിക്കൂല. ഏതാ നീ? അല്ല ഗൈസ്, നമ്മളിവിടെ ഇർഫാദിന്റെ ചെലവില് എന്നെ കിട്ടുണ്ടോ? ഓക്കെ. ഹലോ ഗൈസ്, നമ്മളിവിടെ ഇർഫാന്റെ ചെലവില് അതിമനോഹരമായ ഈജിപ്തിൽ നിന്നും ഉത്ഭവിച്ച അഫ്രി പറയും മേടിക്കും. അഫ്രി പറയും മേടിക്കും, ഇർഫാദ് പൈസ കൊടുക്കും. ഒരു വ്യക്തി കൂടി അഫ്രി 2 വാക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കൂടെ കട്ട് ചെയ്താ. 2 വാക്ക് സബ്സ്ക്രൈബേഴ്സിന്റെ. രണ്ടെണ്ണൊക്കെ സുഖമായിട്ട് അടിക്കാൻ പറ്റും. പറയണോ? ഓൺലി ഫൺ. ഇത്ര അരിപ്പുണ്ടാക്കില്ലേ? അത്രയൊന്നുമില്ല. ഇല്ല, സീരിയസ് ആണോ? സ്മൂത്ത് എല്ലാരും അങ്ങനെ മിക്സ് ചെയ്യണ്ടടാ. മിക്സ് ചെയ്യണം, മിക്സ് ചെയ്ത ലോട്ടസ് മിസ് ആയാലും മധുരത്തിലെ ഒരു ഭൂരിഭാഗം അതിൽ അഡിക്റ്റ് ആണ്. ക്രീം കുറച്ചിട്ട് പറഞ്ഞാ മതി. അത് എന്നോട് ഞാൻ പറഞ്ഞ പറ. എനിക്ക് മാംഗോ ഇഷ്ടമല്ല മോനെ. അഫ്രി കണ്ടാടാ, തിരിക്കാനാടാ. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രധാന ചർച്ച എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷവർമ എവിടെ കഴിക്കാൻ പോകും എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അഫ്രി അതിനുള്ള പരിഹാരങ്ങളായിട്ട് ഓരോ കടകളും നമ്മളിങ്ങനെ കണ്ടെത്തിക്കൊണ്ടുവന്നുണ്ട്. ഓരോ കടയിലും പോകുമ്പോഴും ഓരോ ആൾക്കാർ കയറി അതിനെ രസമില്ലാത്ത ഷവർമയാണ് ഇതുവരെ നമ്മൾ അഫ്രി കൂട്ടിക്കൊണ്ടുപോയത്. ഇപ്പോൾ 4 ബൈറ്റ്സിലാണ് നമ്മൾ കൂട്ടിക്കൊണ്ടുപോയത്. അഫ്രി ഇനിയിപ്പോൾ ഏത് സ്ഥലത്താണ് നല്ലൊരു ഷവർമ കഴിക്കാൻ കൊണ്ടുപോകുന്നത്? അഫ്രി ഇനിയിപ്പോൾ എവിടെയാണ് പോയിരുന്നത് നല്ല ഷവർമ കഴിക്കുക? അമ്മ നോക്കുന്നുണ്ട്, നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. അഫ്രി അതിമനോഹരമായി ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ബീലവൻ ഞാൻ കഴിച്ചു, പിന്നെ നമ്മളെല്ലാവരും കഴിച്ചു. ഓക്കെ, കിട്ടില്ല സാധനം. ഇനിയിപ്പോ ഇതെന്താ പറഞ്ഞോ ബ്ലോഗിൽ കളിയിലാക്കാം. പിന്നെ ചർച്ച പിന്നെ വേണ്ട ഫുള്ള് ചടച്ച്. ഇവൻ ഡേഞ്ചറാണ്, ഫുള്ള് ഡേഞ്ചറാണ്. രണ്ടുപേരും ഡേഞ്ചറാണ്. എല്ലാ ഗോൾഡും നേരത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചോ, അങ്ങോട്ട് ഓടിച്ച എല്ലാത്തിനും ഒരു മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം. ചട്ടും വെച്ച് അടിക്കണം. കണ്ടോ എന്ത് ക്യൂട്ടായ മീനുകളായിരുന്നു. എല്ലാ ഗോൾഡ് ഫിഷിനെയും കാട്ടി എല്ലാത്തിനെയും പിടിച്ച് കൊത്തി കൊന്നു. എന്തൊക്കെയോ ഒരു ഉടായ്പ കളികൾ ഉണ്ട് ഹരിക്ക്. നാട്ടുകാ ബിഗ് ടിക്കറ്റാ? മീൻസ് ലോട്ടറി ടിക്കറ്റ്? ശരി, കിട്ടി അടിച്ചാ? ശരി. അപ്പോ പ്രിയപ്പെട്ട എല്ലാ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും പ്രിയപ്പെട്ട എൻ്റെ എല്ലാമായ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. ഫോളോ ചെയ്യുക, കാണാത്തവർ കാണുക, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അതെ, ബെൽ ബട്ടൺ അമർത്തുക. പിന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കാത്ത കമന്റ് ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ടാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സീ യു ഗൈസ്.